നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. എല്ലാ CCTV പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ പൊന്നോണ ആശംസകൾ. പ്രധാന വാർത്തകളിലേക്ക്. ഗതകാല സ്മൃതിയുടെ നിറവിൽ ഐതിഹ്യ പെരുമയോടെ പൊന്നോണത്തെ വരവേൽക്കാനുള്ള അവസാനഘട്ട ഒരുക്കത്തിൽ മലയാളികൾ. ഉത്രാടപ്പാച്ചിലിൽ അലിഞ്ഞ നാട്. വെള്ളിയാഴ്ച തിരുവോണം. യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് VS സുജിത്തിനെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ക്രൂരമർദ്ദനത്തിന് ഇരയാക്കിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. കസ്റ്റഡി മർദ്ദനം ഒതുക്കുവാൻ പോലീസ് പണം വാഗ്ദാനം ചെയ്തുവെന്ന് സുജിത്ത്. പോലീസ് സ്റ്റേഷനിലെ മർദ്ദനം ഉദ്യോഗസ്ഥർ സർവീസിൽ തുടരാൻ യോഗ്യരല്ലെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. പോലീസുകാർക്കെതിരെ ക്രിമിനൽ കേസ് ചുമത്താൻ തയ്യാറാകണമെന്നും KPCC പ്രസിഡന്റ്. ഗുരുവായൂർ കുണ്ടുകടവ് സംസ്ഥാന പാതയിൽ യാത്രാ ദുരിതം തുടരുന്നു. പരാതികൾക്ക് പരിഹാരമില്ലെന്ന് നാട്ടുകാർ. വാർത്തകൾ വിശദമായി. യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് VS സുജിത്തിനെ പോലീസ് സ്റ്റേഷനിൽ ക്രൂരമർദ്ദനത്തിന് ഇരയാക്കിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. കസ്റ്റഡി മർദ്ദനം ഒതുക്കുവാൻ പോലീസ് പണം വാഗ്ദാനം ചെയ്തുവെന്ന് മർദ്ദനമേറ്റ യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് VS സുജിത്ത് വെളിപ്പെടുത്തി. സുജിത്തിനോടും പ്രാദേശിക നേതാവ് വർഗീസ് ചൊവ്വന്നൂരിനോടും 20 ലക്ഷം വരെ പണം വാഗ്ദാനം ചെയ്തതാണ് വെളിപ്പെടുത്തൽ. ഒപ്പം അന്ന് പോലീസ് ഡ്രൈവറായിരുന്ന സുഹൈറും തന്നെ മർദ്ദിച്ചെന്നും ഇയാൾക്കെതിരെ ഇതുവരെ കേസെടുത്തിട്ടില്ലെന്നും സുജിത്ത് പറയുന്നു. പണം വാഗ്ദാനം ചെയ്തപ്പോൾ നിയമവഴിയിൽ കാണാമെന്ന് തിരിച്ചു പറഞ്ഞതോടെ ഉദ്യോഗസ്ഥർ പിന്തിരിയുകയായിരുന്നു. ഇപ്പോൾ റവന്യൂ വകുപ്പിലാണ് സുഹൈർ ജോലി ചെയ്യുന്നത്. മർദ്ദിച്ച 5 പേർക്കെതിരെയും നടപടി വേണമെന്നാണ് സുജിത്തിന്റെ ആവശ്യം. വഴിയരികിൽ നിന്നിരുന്ന സുഹൃത്തുക്കളെ പോലീസ് ഭീഷണിപ്പെടുത്തുന്നത് കണ്ടതിനെ തുടർന്ന് കാരണം തിരക്കാൻ ശ്രമിച്ചതാണ് സുജിത്ത് ക്രൂരമർദ്ദനത്തിന് ഇരയാകാൻ കാരണം. പ്രതികൾക്ക് പോലീസ് കവചമൊരുക്കി എന്ന വിവരവും പുറത്തുവരുന്നുണ്ട്. പോലീസുകാർക്ക് രക്ഷപ്പെടാൻ പഴുതേറെയിട്ട് എടുത്ത കേസിൽ ദുർബല വകുപ്പുകളാണ് ചുമത്തിയത്. ലോക്കപ്പ് മർദ്ദന ദൃശ്യങ്ങൾ പുറത്തുവന്നിട്ടും ചുമത്തിയത് 1 കൊല്ലം തടവ് ലഭിക്കാവുന്ന കുറ്റം മാത്രമാണ്. IPC 323 പ്രകാരം കൈക്കൊണ്ടടിച്ചു എന്ന വകുപ്പ് മാത്രമാണ് ചുമത്തിയത്. അതേസമയം 2 ശിക്ഷ പറ്റില്ലെന്ന് പോലീസിന് നിയമോപദേശം ലഭിച്ചു. 4 പോലീസുകാരുടെയും പ്രമോഷൻ 3 വർഷത്തേക്ക് തടഞ്ഞു. അതുപോലെ തന്നെ ഇൻക്രിമെന്റും 2 വർഷത്തേക്ക് തടഞ്ഞു. അതുകൊണ്ട് ഇനിയൊരു വകുപ്പുതല നടപടി സാധ്യമല്ലെന്നാണ് പോലീസിന് ലഭിച്ച നിയമോപദേശം. തുടർ നടപടി കോടതി തീരുമാനപ്രകാരം മതിയെന്നും പോലീസ് വ്യക്തമാക്കുന്നു. യൂത്ത് കോൺഗ്രസ് നേതാവിനെ പോലീസ് സ്റ്റേഷനിൽ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥർ സർവീസിൽ തുടരുവാൻ യോഗ്യരല്ലെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സുജിത്തിന് സംഭവിച്ച മാനസിക ശാരീരിക പ്രയാസങ്ങൾക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകുവാൻ സർക്കാർ തയ്യാറാകണം. നിയമവാഴ്ച ഉറപ്പുവരുത്തേണ്ടവരാണ് പോലീസുകാർ. ഇത്ര നീചമായി ഒരു യുവാവിനെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് മർദ്ദിച്ച് അവശരാക്കിയവരെ വകുപ്പ് തല നടപടികൾ സ്വീകരിച്ച് പുറത്താക്കുകയാണ് വേണ്ടത്. അച്ചടക്കമുള്ള സേനയിൽ പ്രവർത്തിക്കാൻ അർഹരല്ലെന്ന് ഇവർ തെളിയിച്ചു. പോലീസുകാർക്കെതിരെ ക്രിമിനൽ കേസ് ചുമത്തുവാൻ തയ്യാറാകണം. ഈ കുറ്റകൃത്യത്തിലെ പ്രതികൾ മുഖ്യമന്ത്രിയുടെ സംരക്ഷണത്തിലാണെന്നും സണ്ണി ജോസഫ് കൂട്ടിച്ചേർത്തു. VS സുജിത്ത്, ബെന്നി ബെഹനാൻ MP, TN പ്രതാപൻ, ജോസഫ് ടാജറ്റ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ ഒപ്പമുണ്ടായിരുന്നു. ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിച്ച് കുറ്റവാളികൾക്കെതിരെ ഒരാളെ അന്യായമായി സ്റ്റേഷനിലാണെങ്കിൽ പോലും തടഞ്ഞു വെച്ചതിനും ഗുരുതരമായി പരിക്കേൽപ്പിച്ചതിനും ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കുകയും ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ ഒരു അച്ചടക്കമുള്ള സേനയിൽ പ്രവർത്തിക്കാൻ യോഗ്യതയല്ല എന്ന് തെളിയുന്ന തരത്തിലുള്ള കുറ്റങ്ങൾ തെളിയിക്കപ്പെട്ട ആളുകൾക്കെതിരെ ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ ആ കുറ്റങ്ങൾക്കനുസൃതമായി ആ കുറ്റങ്ങളുടെ ആനുപാതികമായി യാതൊരു ശിക്ഷാ നടപടികളും സ്വീകരിച്ചിട്ടില്ല. ഞാൻ പ്രതികളെന്ന് പറയുകയാണ്. ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഈ കേസിൽ പ്രതികളാണ്. ആ പ്രതികളെ രക്ഷിക്കുന്ന നിലപാടാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ്, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളുടെ രാഷ്ട്രീയ സംരക്ഷണത്തിൽ ആ പ്രതികളെ രക്ഷിക്കുന്ന നിലപാടാണ് കേരളത്തിലെ പോലീസ് സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു, ഈ കേസിലെ പ്രതികളായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവരെ പോലീസ് സേനയിൽ അംഗങ്ങളായി തുടരാൻ അവർ യോഗ്യരല്ല. ഇത്ര മൃഗീയമായ കുറ്റം, ഇത്ര മൃഗീയമായ പീഡനം ഒരു മനുഷ്യനെ ഇത്ര നിന്ദ്യമായിട്ട്, ക്രൂരമായിട്ട്, പൈശാചികമായിട്ട് ആക്രമിച്ചു പരിക്കേൽപ്പിച്ച അതിനെ ഒന്നിച്ച് സംഘം ചേർന്ന ഇവർക്കെതിരെ ഡിപ്പാർട്ട്മെന്റൽ ആക്ഷൻ
നടത്തിക്കൊണ്ട് ഇവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണം. കസ്റ്റഡി മർദ്ദനത്തിൽ കുറ്റാരോപിതനായ സിവിൽ പോലീസ് ഓഫീസറുടെ വീടിന് സമീപം യൂത്ത് കോൺഗ്രസ് പോസ്റ്റർ പതിച്ച് പ്രതിഷേധിച്ചു. CPO സജീവന്റെ തൃശൂർ മാടക്കത്തറയിലെ വീടിന് സമീപത്തെ മതിലുകളിലും ഇലക്ട്രിക് പോസ്റ്റുകളിലുമാണ് പോസ്റ്റർ പതിച്ചത്. കസ്റ്റഡി മർദ്ദനത്തിൽ കുറ്റാരോപിതരായ പോലീസ് ഉദ്യോഗസ്ഥരുടെ ചിത്രങ്ങളടങ്ങിയ വാണ്ടഡ് എന്ന തലക്കെട്ടോടുകൂടിയ പോസ്റ്ററുകളാണ് പതിച്ചത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി പ്രമോദ് താണിക്കുളത്തിന്റെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് താണിക്കുളം മണ്ഡലം കമ്മിറ്റിയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. പോസ്റ്റർ ഒട്ടിക്കരുതെന്ന് പോലീസ് അഭ്യർത്ഥിച്ചുവെങ്കിലും സമാധാനപരമായിട്ടാണ് തങ്ങൾ പ്രതിഷേധം നടത്തിയതെന്നും പോസ്റ്റർ പതിപ്പിക്കാൻ തടസ്സം നിൽക്കരുതെന്ന പ്രവർത്തകരുടെ ആവശ്യത്തോട് പോലീസ് വഴങ്ങുകയായിരുന്നു. മറ്റു വാർത്തകൾ. ഗതകാല സ്മൃതിയുടെ നിറവിൽ ഐതിഹ്യ പെരുമയോടെ പൊന്നോണത്തെ വരവേൽക്കാനുള്ള അവസാനഘട്ട ഒരുക്കത്തിലാണ് മലയാളികൾ. എത്രയെല്ലാം ഒരുക്കങ്ങളായാലും അവസാന ഘട്ടത്തിൽ മലയാളിക്ക് ഒരു പാച്ചിലാണ്, ഉത്രാടപ്പാച്ചിൽ. പച്ചക്കറി, പഴം, വറവ്, പൂവ്, വസ്ത്രം, സദ്യ തുടങ്ങി ഒരുക്കങ്ങൾ ഏറെയുണ്ടല്ലോ തിരുവോണത്തിന്. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി വൈകിയും വിപണി സജീവമായിരിക്കും. 10 ദിവസത്തെ കാത്തിരിപ്പിനൊടുവിൽ തിരുവോണം എത്തുമ്പോൾ ഒന്നിലും കുറവ് വരുത്തരുതെന്ന് മലയാളിക്ക് നിർബന്ധമാണ്. പഴയ ചടങ്ങിന് മങ്ങലേൽക്കാതെ ഗൃഹാതുരത്വം ഉണർത്തുന്ന ഓർമ്മകളിലൂടെ വേണം ഓണം ആഘോഷിക്കണമെന്ന് നിർബന്ധ ബുദ്ധിയുള്ളവരുണ്ട്. എല്ലാവരും ചേർന്ന വീട്ടിൽ തന്നെ സദ്യയുണ്ടാക്കി ഒത്തുകൂടുന്നവർ. അതേസമയം പുതിയ തലമുറ അല്പം വ്യത്യസ്തമായി ചിന്തിക്കുന്നവരാണ്. ഇൻസ്റ്റന്റ് ഓണമാണ് ഇക്കൂട്ടർക്ക് താല്പര്യം. വിരൽത്തുമ്പിൽ എല്ലാം ഓർഡർ ചെയ്ത് വീട്ടിലെത്തിച്ച് ഓണം കളറാക്കുന്നു. അത് കഴിഞ്ഞ് കുടുംബമായും കൂട്ടുകാരുമായും യാത്ര നടത്തുക, നല്ല സിനിമ കാണാൻ പുറത്തു പോവുക തുടങ്ങി മലയാളികൾ എവിടെയായാലും ഓണം കളർഫുള്ളാണ്. ഉത്രാട ദിനത്തിൽ ശ്രീ ഗുരുവായൂരപ്പനെ തിരുമുൽ കാഴ്ചയായി ഭക്തരുടെ വക കാഴ്ചക്കുലകളുടെ നിറസമൃദ്ധി. രാവിലത്തെ ശീവേലിക്ക് ശേഷം സ്വർണ്ണക്കൊടി മരത്തിന് സമീപം നാക്കിലയിൽ മേൽശാന്തി അച്യുതൻ നമ്പൂതിരി നേന്ത്രക്കുല സമർപ്പിച്ചതോടുകൂടിയാണ് ഉത്രാട കാഴ്ചക്കുല സമർപ്പണ ചടങ്ങ് ആരംഭിച്ചത്. തുടർന്ന് ക്ഷേത്രം മൂരാളനും ദേവസ്വം ഭരണസമിതി അംഗവുമായ മല്ലിശ്ശേരി പരമേശ്വര നമ്പൂതിരിപ്പാട്, ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ C മനോജ്, KP വിശ്വനാഥൻ, ക്ഷേത്രം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ പ്രമോദ് കളരിക്കൽ എന്നിവർ കാഴ്ചക്കുലകൾ സമർപ്പിച്ചു. തുടർന്ന് ഭക്തജനങ്ങളുടെ വകയായി നൂറുകണക്കിന് ഭക്തർ ഭഗവാന് കാഴ്ചക്കുല സമർപ്പിച്ചു. ദർശന സായുജ്യം നേടി ഗുരുവായൂരപ്പന് സമർപ്പിച്ച കാഴ്ചക്കുലകളിൽ ഒരു ഭാഗം നാളെ തിരുവോണ സദ്യയുടെ വിശേഷ വിഭവമായ പഴം പ്രഥമനായി വിനിയോഗിക്കും. ക്ഷേത്രാവശ്യങ്ങൾക്ക് ശേഷമുള്ളവ ഭക്തർക്ക് ലേലം ചെയ്തും നൽകും. ഉത്രാട ദിനത്തിൽ ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിൽ ഭഗവാൻ മഹാവിഷ്ണുവിന്റെ രൂപത്തിൽ പൂക്കളം ഒരുക്കി. കിഴക്കേനടയിൽ പുഷ്പവ്യാപാരിയായിരുന്ന വീരഭദ്രന്റെ ഓർമ്മയ്ക്കായി മക്കളായ അജി, ഉണ്ണികൃഷ്ണൻ, സുജിത്ത്, കൃഷ്ണനാട്ടം കലാകാരന്മാരായ സുമേഷ്, രതീഷ്, ഹരിപ്രസാദ്, ധർമ്മൻ എന്നിവരുടെ നേതൃത്വത്തിൽ ആയിരുന്നു പൂക്കളം ഒരുക്കിയത്. 30 അടി നീളവും 20 അടി വീതിയുമുള്ള പൂക്കളം 6 മണിക്കൂർ സമയമെടുത്താണ് പൂർത്തിയാക്കിയത്. ഗുരുവായൂർ പൈതൃകത്തിന്റെ ആഭിമുഖ്യത്തിൽ ഗുരുവായൂരപ്പ സന്നിധിയിൽ ഉത്രാടമേളം അവതരിപ്പിച്ചു. മേളവിദ്വാൻ കക്കാട് രാജപ്പന്മാരുടെ പ്രമാണത്തിൽ നടന്ന മേളത്തിൽ 60ഓളം കലാകാരന്മാർ പങ്കെടുത്തു. ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ നടന്ന മേളം ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ ഉദ്ഘാടനം ചെയ്തു. ദേവസ്വം ഭരണസമിതി അംഗം C മനോജ് മുഖ്യാതിഥിയായി. ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് കലാകാരന്മാർക്ക് ഉപഹാരം നൽകി. തിരുവോണ ദിനത്തിൽ CCTVയിൽ വൈവിധ്യമേറിയ പരിപാടികൾ സംപ്രേഷണം ചെയ്യും. രാവിലെ 7:30 ഓണക്കൂട്ട്, 9:30 ശ്രീചിത്രയിലെ ഓണാഘോഷം, 10 മണിക്ക് പിസാറ്റ് കോളേജിലെ വൈബോണം, 12 മണിക്ക് കാണിപ്പയ്യൂർ ഓണം, 1 മണിക്ക് യുവ അഭിനേത്രി ഭദ്രയുടെ ഓണവിശേഷങ്ങൾ, 2 മണിക്ക് തിരുവോണ ദിന പ്രത്യേക ചലച്ചിത്രം രേഖാചിത്രം സംപ്രേഷണം ചെയ്യും. 5:30 ഓണക്കൂട്ട്, 6 മണിക്ക് കിൻഡർ ഗാർഡൻ ഓണം, 6:30 ഋതുകൃഷ്ണയുടെ പാട്ടോണം എന്നീ പരിപാടികൾ CCTVയിൽ സംപ്രേഷണം ചെയ്യും.
ഫോറൻസിക് വിദഗ്ധ ഡോക്ടർ ഷേർലി വാസു അന്തരിച്ചു. 68 വയസ്സായിരുന്നു. മെഡിക്കൽ കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്ത ശേഷം സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ഫോറൻസിക് വിഭാഗം അധ്യക്ഷയായി ജോലി ചെയ്തു വരികയായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിൽ എത്തിക്കുകയായിരുന്നു. ചേകന്നൂർ മൗലവി കേസ്, സൗമ്യ കേസ് അടക്കം സംസ്ഥാനത്തെ ശ്രദ്ധേയമായ പല കേസുകളിലും പോസ്റ്റ്മോർട്ടം നടത്തിയത് ഡോക്ടർ ഷേർലി വാസു ആയിരുന്നു. കേരളം കണ്ട മികച്ച ഫോറൻസിക് വിദഗ്ധരിൽ ഒരാളാണ്. കോളിളക്കം സൃഷ്ടിച്ച നിരവധി കേസുകളിലെ ഫോറൻസിക് സർജനും കൂടിയാണ്. പോസ്റ്റ്മോർട്ടം ടേബിൾ എന്ന പുസ്തകം രചിച്ചിട്ടുണ്ട്. ഗുരുവായൂർ കുണ്ടുകടവ് സംസ്ഥാന പാതയിൽ യാത്രാ ദുരിതം തുടരുന്നു. പരാതികൾക്ക് പരിഹാരമില്ലെന്ന് നാട്ടുകാർ. ഗുരുവായൂർ കുണ്ടുകടവ് സംസ്ഥാനപാത കടന്നുപോകുന്ന വടക്കേക്കാട് പുന്നയൂർക്കുളം പഞ്ചായത്ത് പ്രദേശങ്ങളിൽ റോഡ് പൊട്ടിപ്പൊളിഞ്ഞും വലിയ കുഴികളായും ഗതാഗതം ദുർഘടാവസ്ഥയിലായിട്ട് മാസങ്ങൾ പിന്നിട്ടു. നാട്ടുകാർ PWD അധികൃതർക്ക് പരാതി നൽകുമ്പോൾ ക്വാറി വേസ്റ്റ് കൊണ്ട് കുഴികൾ അടയ്ക്കും. 2 ദിവസം കൊണ്ട് അവ റോഡിൽ പരന്ന് പഴയ അവസ്ഥയിലാകും. ഈ രീതി തുടരുന്നതല്ലാതെ സ്ഥിരപരിഹാരത്തിന് അധികൃതർ തയ്യാറാകുന്നില്ലെന്നാണ് ആക്ഷേപം. മഴക്കാലം കഴിഞ്ഞ് ടാർ ചെയ്യാനൊക്കൂ എന്നാണ് പരാതി പറയുമ്പോൾ PWD എഞ്ചിനീയറുടെ മറുപടിയെന്ന് നാട്ടുകാർ പറയുന്നു. ICA ഇംഗ്ലീഷ് സ്കൂളിലേക്ക് തിരിയുന്ന കൊമ്പത്തയിൽപ്പടി ജംഗ്ഷനിൽ റോഡ് പൂർണ്ണ തകർച്ചയിലാണ്. 3-ാം കല്ലിനും കൊമ്പത്തയിൽപ്പടിക്കുമിടയിൽ തെരുവു വിളക്കുകൾ കത്താത്തത് രാത്രിയിലെ അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. മഴവെള്ളം കെട്ടിനിന്നും കുഴികളിൽ ചളി നിറഞ്ഞും വാഹനങ്ങൾക്ക് നിയന്ത്രണം തെറ്റുന്നതും പതിവായി. പരിഹാരം ഇനിയും വൈകിയാൽ പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങുമെന്ന് നാട്ടുകാർ പറയുന്നു. അതേസമയം ഗുരുവായൂർ കുണ്ടുകടവ് റോഡ് ശബരിമല റോഡ് വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10 കോടി രൂപ അനുവദിച്ചതായും മതിയായ ഫണ്ട് കൂടി കണ്ടെത്തി ഉന്നത നിലവാരത്തിൽ റോഡ് പുതുക്കിപ്പണിയുമെന്നും NK അക്ബർ MLA അറിയിച്ചതായി പ്രദേശത്തെ പൊതുപ്രവർത്തകൻ IB അബ്ദുറഹ്മാൻ പറഞ്ഞു. കുന്നംകുളം നഗരസഭ ചീരംകുളത്ത് നവീകരിച്ച റോഡ് തുറന്നുകൊടുത്തു. നഗരസഭ 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 3 ലക്ഷം രൂപ ചെലവഴിച്ച് BKR റോഡിന്റെ ബൈലൈനാണ് ഓണത്തിന്റെ അനുബന്ധിച്ച് ബ്രിക്സ് വിരിച്ച് 200ഓളം മീറ്ററോളം നവീകരിച്ചത്. നഗരസഭാ ചെയർപേഴ്സൺ സീത രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. PB ബവീഷ് അധ്യക്ഷനായി. PJ ജിജുമോൻ, സുബ്രഹ്മണ്യൻ, അനിൽ ചീരംകുളം തുടങ്ങിയവർ പങ്കെടുത്തു. പന്നിത്തടം പെട്രോൾ പമ്പിന് സമീപം കാറും ബൈക്കും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്ക്. മരത്തങ്കോട് മുച്ചിരിപ്പറമ്പിൽ ജ്യോതിഷ് കുമാർ, വടക്കേക്കാട് 8-ാം തറയിൽ ആഷിദ് അബൂബക്കർ എന്നിവർക്കാണ് പരിക്ക്. ഇന്ന് രാവിലെ 11 മണിയോടെയാണ് അപകടം. പരിക്കേറ്റ 2 പേരെയും പന്നിത്തടം യൂത്ത് വോയ്സ് പ്രവർത്തകർ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുവായൂർ അഷ്ടമിരോഹിണി ആഘോഷ കമ്മിറ്റിയുടെ അഷ്ടമിരോഹിണി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് ഗുരുവായൂരപ്പന് നറുവെണ്ണ സമർപ്പിച്ചു. മമ്മിയൂർ മഹാദേവനും മഹാവിഷ്ണുവിനും ദ്രവ്യസമർപ്പണമാണ് ആദ്യം നടത്തിയത്. തുടർന്ന് പഞ്ചവാദ്യത്തിന്റെയും നാഗസ്വരത്തിന്റെയും അകമ്പടിയിൽ നാമജപത്തോടെ ഗുരുവായൂരിലേക്ക് നറുവെണ്ണ സമർപ്പണ ഘോഷയാത്ര നടന്നു. അലങ്കരിച്ച ഉറിക്കുടങ്ങളിൽ നിറച്ച ഉണ്ണിയപ്പവും സമർപ്പിച്ചു. തെക്കേ നടപ്പുരയുടെ കവാടത്തിൽ ഘോഷയാത്രയെ വരവേറ്റു. ഘോഷയാത്രയെ ക്ഷേത്ര സന്നിധിയിലേക്ക് ആനയിച്ച ശേഷം ക്ഷേത്ര ഗോപുരനടയിൽ തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് നറുവെണ്ണക്കുടം ഏറ്റുവാങ്ങി. തുടർന്ന് ദീപസ്തംഭത്തിന് സമീപം അരിമാവണിഞ്ഞ നാക്കിലയിൽ നിരത്തിയ കുട്ടകങ്ങളിലേക്ക് ഉണ്ണിയപ്പം നിറച്ചു. ചടങ്ങിന് ശേഷം ഉണ്ണിയപ്പം ഭക്തർക്ക് വിതരണം ചെയ്തു. തൃശൂർ ജില്ലാ പഞ്ചായത്തും കറുകമാട് കലാസാംസ്കാരിക വേദിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന 5ാമത് ഡോക്ടർ APJ അബ്ദുൽ കലാം എവർ റോളിംഗ് ട്രോഫി കറുകമാട് മുല്ലപ്പുഴ ജലോത്സവം സെപ്റ്റംബർ 9-ന് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഉച്ചയ്ക്ക് 1-ന് നടക്കുന്ന ചടങ്ങ് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ ഉദ്ഘാടനം ചെയ്യും. NK അക്ബർ MLA അധ്യക്ഷത വഹിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് മുഖ്യാതിഥിയാകും. ചടങ്ങിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ വിജയികൾക്കുള്ള സമ്മാനദാനം നടത്തും. ജലോത്സവത്തിൽ ഇരുട്ടുകുത്തി, ചുരുളൻ, ഓടി വള്ളങ്ങളിലെ A ഗ്രേഡ് വിഭാഗത്തിൽപ്പെട്ട 6 വള്ളങ്ങളും B ഗ്രേഡ് വിഭാഗത്തിലെ 12 വള്ളങ്ങളും മത്സരിക്കും. ജലോത്സവത്തിന്റെ ഭാഗമായി സെപ്റ്റംബർ 1 മുതൽ പൂക്കള മത്സരം, വടംവലി മത്സരം തുടങ്ങി വിവിധ കലാപരിപാടികൾ നടന്നുവരികയാണ്. ചാവക്കാട് PWD റെസ്റ്റ് ഹൗസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ NK അക്ബർ MLA, കടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൗക്കത്ത്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് VM മുഹമ്മദ് ഗസാലി, കറുകമാട് കലാസാംസ്കാരിക വേദി പ്രവർത്തകരായ PA അബ്ദുൾ റഹീം, PM മെഹറൂഫ്, AK സുബൈർ അലി, KS കബീർ തുടങ്ങിയവർ പങ്കെടുത്തു. എല്ലാ വർഷവും നടത്താറുണ്ട്. ഈ വർഷവും ജില്ലാ പഞ്ചായത്തിന്റെ സഹായം ഉറപ്പാക്കിയിട്ടുണ്ട്.
നമ്മുടെ ജില്ലയിലെ തന്നെ ഓണാഘോഷ പരിപാടികളിലെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള വെള്ളംകളി മത്സരമാണ് നമ്മുടെ പ്രദേശത്ത് നടക്കുന്നത്. ഇത് അവിടെ സംഘടിപ്പിക്കുന്നത് കറുകമാട് കലാസാംസ്കാരിക വേദി, കറുകമാട് മുല്ലപ്പുഴ ടീമാണ്. അതിൻ്റെ ഭാരവാഹികൾ ഇതിൽ പങ്കെടുക്കുന്നു. മത്സരങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. 8-ാം തീയതി വിളംബര തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ മുണ്ടൂരിൽ നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റിലിടിച്ച് കാനയിലേക്ക് മറഞ്ഞു. വ്യാഴാഴ്ച രാവിലെ 6:45 പെട്രോൾ പമ്പിന് സമീപത്താണ് അപകടം. കാറിൽ ഒരാൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇയാൾ സീറ്റ് ബെൽറ്റ് ധരിച്ചതിനാൽ കാര്യമായ പരിക്കുകളില്ല. കുന്നംകുളം ഭാഗത്തുനിന്ന് തൃശൂരിലേക്ക് പോവുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകരുകയും ഇരുമ്പ് വൈദ്യുതി പോസ്റ്റ് വളയുകയും ചെയ്തു. ചെറിയ മഴയും റോഡിൽ വെള്ളം കെട്ടിനിന്നതും കാരണമാണ് വാഹനം തെന്നിമാറിയതെന്ന് ഡ്രൈവർ പോലീസിനോട് പറഞ്ഞു. ഈ റോഡിൽ അപകടങ്ങൾ പതിവാണെന്നും അതേ സ്ഥലത്തുള്ള മറ്റൊരു വൈദ്യുതി പോസ്റ്റിലും അടുത്തിടെ ഒരു വാഹനം ഇടിച്ച് കേടുപാട് സംഭവിച്ചിട്ടുള്ളതായും പറയുന്നു. റോഡിലെ വെള്ളക്കെട്ട് നിയന്ത്രിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യം ശക്തമാവുകയാണ്. കണക്കിൽപ്പെടാത്ത പണവും മദ്യവുമായി എക്സൈസ് ഇൻസ്പെക്ടറെ വിജിലൻസ് പിടികൂടി. ഇരിങ്ങാലക്കുട എക്സൈസ് ഇൻസ്പെക്ടർ എൻ ശങ്കറാണ് പിടിയിലായത്. ബാറുകളിൽ നിന്ന് പണപ്പിരിവ് നടത്തി വാഹനത്തിൽ മടങ്ങുന്നതിനിടെയാണ് എക്സൈസ് ഇൻസ്പെക്ടർ പിടിയിലായത്. കൊരട്ടി ചിറങ്ങരയിൽ വെച്ച വിജിലൻസ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ 50,000 രൂപയും 7 കുപ്പി മദ്യവും ഇയാളുടെ വാഹനത്തിൽ നിന്ന് പിടികൂടി. ഓണത്തിനനുബന്ധിച്ച് ലീവിന് നാട്ടിലേക്ക് പോകുമ്പോൾ ബാറുകളിൽ നിന്ന് പണപ്പിരിവ് നടത്തുന്നത് ഇയാൾ പതിവാക്കിയിരുന്നു. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ശങ്കർ പിടിയിലായത്. UAE ആസ്ഥാനമായി പ്രവർത്തിച്ചു വരുന്ന പ്രവാസി കൂട്ടായ്മയായ വടക്കാഞ്ചേരി സുഹൃത്ത് സംഘത്തിന്റെ കാരുണ്യ സാമ്പത്തിക സഹായ പദ്ധതിയായ സാന്ത്വനം 2025ന്റെ 2ാം ഘട്ട വിതരണ ചടങ്ങ് സെപ്റ്റംബർ 7 ഞായറാഴ്ച രാവിലെ 10:30 വേലൂർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 37 വർഷമായി പ്രവർത്തിച്ചു വരുന്ന വടക്കാഞ്ചേരി സുഹൃത്ത് സംഘം വിവിധ മേഖലകളിൽ കാരുണ്യ പ്രവൃത്തികൾക്കായി 1 കോടി രൂപയിലധികം ചെലവഴിച്ചിട്ടുണ്ട്. 37 വർഷത്തെ ഞങ്ങളുടെ അനുഭവത്തിൽ എല്ലാ പ്രവാസികളെയും കൂട്ടിച്ചേർത്തുകൊണ്ട് അവിടെയുള്ള പ്രവാസികളുടെയും ഇവിടെയുള്ള നമ്മുടെ നാടിൻ്റെ സ്പന്ദനം അറിയുന്ന പ്രവാസി സംഘടനയായ വടക്കാഞ്ചേരി സുഹൃത്ത് സംഘം അംഗങ്ങളുടെ സർവ്വതോന്മുഖമായ എല്ലാ മേഖലകളിലും കൈവച്ചുകൊണ്ട് അവർക്ക് നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് കുട്ടികളായാലും യുവജനങ്ങൾക്കുള്ള കാര്യങ്ങളായാലും സ്ത്രീജനങ്ങളെ കൂടെ നിർത്തുന്ന കാര്യങ്ങളായാലും അതേപോലെ തന്നെ വയോജനങ്ങൾക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ട് സർവ്വതോന്മുഖമായ മേഖലകളിൽ പ്രവർത്തിച്ചു വരുന്ന അവർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് നടത്തി വരുന്ന സംഘടന 37 വർഷത്തെ ചരിത്രത്തിൽ എത്തി നിൽക്കുകയാണ്. കഴിഞ്ഞ 12 വർഷത്തിനുള്ളിൽ സാന്ത്വനം പദ്ധതിയിൽ മാത്രമായി 1200 കുടുംബങ്ങളിലേക്ക് 60 ലക്ഷം രൂപയുടെ സഹായങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ വർഷം 140 കുടുംബങ്ങൾക്കായി 15.5 ലക്ഷം രൂപയുടെ സഹായമാണ് നൽകുന്നത്. നമ്മൾ മെയിൻലി വേലൂര്, കടങ്ങോട്, എരുവപ്പെട്ടി ഈ പഞ്ചായത്തുകാരാണ് കൂടുതൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ബാക്കി കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പേര് ഉൾപ്പെടുത്തിയിട്ട് വാങ്ങിക്കാൻ കഴിയാത്ത ആൾക്കാരും കൂടി അവിടെ വന്ന് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ 140 എന്ന സംഖ്യയിലേക്ക് എത്തിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അത് എല്ലാവരും പേരും കാര്യങ്ങളും ലിസ്റ്റും ആക്കി എല്ലാവരും അറിയിച്ചിട്ടുണ്ട്. ഇനി അവർ വന്ന് കളക്ട് ചെയ്യായിരിക്കും. നമ്മുടെ ബഹുമാനപ്പെട്ട കുന്നംകുളം MLA AC മൊയ്തീൻ ഇതിൻ്റെ സാന്നിധ്യത്തിലായിരിക്കും വീടുകളില്ലാത്ത. അതുപോലെ തന്നെ വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷോബി ഒരു സാന്നിധ്യവും ഉണ്ടായിരിക്കും. പഠനത്തിൽ മികവ് പുലർത്തുന്ന നിർധന കുടുംബങ്ങളിലെ കുട്ടികൾക്ക് സഹായമായി WSS സ്കോളർഷിപ്പും ഈ വർഷം ആവിഷ്കരിച്ചിട്ടുണ്ട്. നമുക്ക് 2012 നമ്മുടെ KPS ലളിത വന്ന് വലിയൊരു പരിപാടി ഈ വടക്കാഞ്ചേരി സുഹൃത്ത് സംഘത്തിന്റെ പേരിൽ നടത്താൻ കഴിഞ്ഞു. അതിൻ്റെ വേറൊരു തലത്തിലേക്ക് പ്രവാസികളെ കൂട്ടിച്ചേർക്കാൻ 9 പഞ്ചായത്തുകൾ ചേർത്തുകൊണ്ട് ഇതിനെ വിപുലീകരിച്ചു. 9 പഞ്ചായത്തുകളിലെ വടക്കാഞ്ചേരിയുമായി ബന്ധപ്പെട്ട ഈ ബ്ലോക്ക് പഞ്ചായത്തുകളിലുള്ള വിവിധ പ്രദേശങ്ങളിലുള്ള നമ്മുടെ പ്രവാസികളെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ്. വേലൂരിൽ നടക്കുന്ന 2ാം ഘട്ടം കുന്നംകുളം MLA AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്യും. സുഹൃത്ത് സംഘം പ്രസിഡന്റ് അനൂപ് മേനോൻ അധ്യക്ഷനാകും. പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി മുഖ്യാതിഥിയാകുന്ന ചടങ്ങിൽ മറ്റ് ജനപ്രതിനിധികളും പൗരപ്രമുഖരും പങ്കെടുക്കും. എരുമപ്പെട്ടി പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംഘടനാ രക്ഷാധികാരി ചന്ദ്രപ്രകാശ് ഇടമന, ഗ്ലോബൽ ചെയർമാൻ സന്തോഷ് പിലാക്കാട്, സാന്ത്വനം കൺവീനർ പ്രസാദ് പറയിരിക്കൽ, മുരളി കടങ്ങോട്, രാഹുൽ വിശ്വംഭരൻ എന്നിവർ പങ്കെടുത്തു. സിവിൽ സർവീസ് വിദ്യാർത്ഥി കുഴഞ്ഞു വീണ് മരിച്ചു. ചാവക്കാട് പാലിയൂർ കാവതിയാട്ട് അമ്പലത്തിന് സമീപം താമസിക്കുന്ന കറുപ്പം വീട്ടിൽ ഏനുമകൻ നിഹാലാണ് തിരുവനന്തപുരത്ത് വെച്ച് കുഴഞ്ഞു വീണ് മരിച്ചത്. 24 വയസ്സായിരുന്നു. ഖബറടക്കം നാളെ നടക്കും. നവയുഗ പുരാഘോഷ കമ്മിറ്റിയുടെ തിരുവോണ സമ്മാനം ഇടവേള കഴിഞ്ഞ് കാണാം ഈ റിപ്പോർട്ട്.
വാർത്തകളിലേക്ക്. ചാവക്കാട് പാലയൂർ കാവതിയാട്ട് ക്ഷേത്ര പരിസരത്ത് ബസ്സും ട്രാവലറും കൂട്ടിയിടിച്ച് 10 പേർക്ക് പരിക്ക്. ബസ് ഡ്രൈവർ കാണിപ്പൂർ സ്വദേശി 57 വയസ്സുള്ള മുരളീധരൻ, യാത്രക്കാരായ ഉരുമനൂർ തൊടുവീട്ടിൽ 42 വയസ്സുള്ള സജിത, മകൾ 13 വയസ്സുള്ള അനയ, ഗർഭിണിയായ 37 വയസ്സുള്ള ജിഷ, മക്കൾ 11 വയസ്സുള്ള അദ്വൈത്, 8 വയസ്സുള്ള നിവേദ്, 5 വയസ്സുള്ള ഋതുദേവ്, അണ്ടത്തോട് സ്വദേശി 64 വയസ്സുള്ള അനന്തൻ, ട്രാവലർ ഡ്രൈവർ അഞ്ചങ്ങാടി സ്വദേശി 32 വയസ്സുള്ള ദിയാബ്, എടക്കഴിയൂർ സ്വദേശി 27 വയസ്സുള്ള അഫ്സൽ എന്നിവർക്കാണ് പരിക്ക്. ഇന്ന് വൈകിട്ട് 4:30-ക്കാണ് അപകടം. പാലയൂർ കാവതിയാട്ട് റോഡിൽ വെച്ച് ചാവക്കാട് കുന്നുകുളം റൂട്ടിൽ സർവീസ് നടത്തുന്ന MM ബ്രദേഴ്സ് ബസ്സും അമീഗോസ് ട്രാവലറുമാണ് കൂട്ടിയിടിച്ചത്. റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു. ബസ് റൂട്ട് തെറ്റിച്ച് വന്നതായും അമിത വേഗതയിലാണ് ബസ്സും ട്രാവലറും സഞ്ചരിച്ചതെന്നും നാട്ടുകാർ പറഞ്ഞു. വിവരമറിഞ്ഞ് വാർഡ് കൗൺസിലർ അക്ബർ കോനോത്ത്, ചാവക്കാട് പോലീസ് എന്നിവർ സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. സ്വാതന്ത്ര്യ സമര സേനാനിയും കമ്മ്യൂണിസ്റ്റ് നേതാവും വടക്കേക്കാട് പഞ്ചായത്തിന്റെ പ്രഥമ പ്രസിഡന്റുമായിരുന്ന കൊടമന നാരായണൻ നായരുടെ ജീവിതം അനാവരണം ചെയ്യുന്ന കൊടമന ദേശം കാലം ജീവിതം എന്ന പുസ്തകത്തിന്റെ കവർ പ്രകാശനം നടന്നു. കൊടമന തറവാട്ടിലെ മുതിർന്ന അംഗം മാലതി അമ്മയ്ക്ക് നൽകി. വടക്കേക്കാട് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ SK ഖാലിദ് പ്രകാശനം നിർവഹിച്ചു. കൊടമന തറവാട്ടിൽ നടന്ന ചടങ്ങിൽ ചിത്രകാരൻ സുധീഷ് കണ്ടംപുള്ളി അധ്യക്ഷത വഹിച്ചു. പുസ്തകത്തിന്റെ എഡിറ്റർ KM ഉണ്ണികൃഷ്ണൻ, T ഭാസ്കരൻ, കൊടമന തറവാട്ട് അംഗങ്ങളായ സുരേന്ദ്രനാഥൻ, സതീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വന്നേരി നാടിന്റെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ ചരിത്രം ഉൾക്കൊള്ളുന്ന പുസ്തകം ആദരിയ ആർട്ട് കഫേയാണ് പ്രസിദ്ധീകരിക്കുന്നത്. ചാലിശ്ശേരി ആലിക്കര നവയുഗ പുരാഘോഷ കമ്മിറ്റിയുടെ തിരുവോണ സമ്മാനം ഉത്സവത്തിൽ ആനയുടെ ഏക്കത്തുകയിൽ പുനർനിർമ്മിച്ച വീടിന്റെ താക്കോൽ കൈമാറ്റം വെള്ളിയാഴ്ച നടക്കും. ചാലിശ്ശേരി മൂലയമ്പറമ്പത്തുകാവ് പൂരാഘോഷത്തിനായി ഈ വർഷം ആനയെ ഏൽപ്പിച്ചിരുന്ന 5,03,000 രൂപയാണ് നിർധന കുടുംബത്തിനായി വീടുപണിയാൻ മാറ്റിവെച്ചത്. ആലുകര വേങ്ങാട്ടുപറമ്പിൽ കൂലിപ്പണിയിലൂടെ കുടുംബം പോറ്റിയിരുന്ന അജിതൻ കഴിഞ്ഞ വർഷം ഹൃദയാഘാതത്തെ തുടർന്ന് അന്തരിച്ചിരുന്നു. 2 മാസം പിന്നിട്ട് സെപ്റ്റംബറിൽ കുടുംബത്തിന്റെ മൂത്ത മകനും കുന്നംകുളം ബോയ്സ് സ്കൂളിലെ +1 വിദ്യാർത്ഥിയുമായ അതുൽ കൃഷ്ണ വാഹനാപകടത്തിൽ മരിച്ചതോടെ കുടുംബം പൂർണ്ണമായും തകർന്നുപോയി. അച്ഛനെയും മകനെയും നഷ്ടപ്പെട്ട കുടുംബത്തിന് പ്രതീക്ഷയുടെ ഹൃദയതണലാകാൻ 40 അംഗങ്ങളുള്ള നവയുഗ കമ്മിറ്റി പൂരാഘോഷത്തിന്റെ രീതി മാറ്റുകയായിരുന്നു. ഗജവീരൻ ചിറക്കൽ കാളിദാസനെ 5,03,000 രൂപയ്ക്ക് ഏൽപ്പിച്ചിരുന്നെങ്കിലും വീടുപണി പൂർത്തിയാക്കാനായി ആനയെ ഒഴിവാക്കി തുക ഉപയോഗിക്കാൻ തീരുമാനിച്ചു. ഇതിനകം നൽകിയിരുന്ന 20,000 രൂപ അഡ്വാൻസ് ആവശ്യകത പറഞ്ഞപ്പോൾ ഉടമ തന്നെ തിരികെ നൽകി. കൂടാതെ കുന്നംകുളം ഷെയർ ആൻഡ് കെയർ സൊസൈറ്റിയും വീടുപണിക്കായി 1,00,000 രൂപയും മറ്റു സുമനസുകളും കൈത്താങ്ങു നൽകി. 700 ചതുരശ്രയടി വീടിന്റെ ടൈൽ, തേപ്പ്, ജനൽ, വാതിൽ, ശുചിമുറി, പെയിന്റിംഗ്, ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് തുടങ്ങി എല്ലാ സൗകര്യങ്ങളുമൊത്ത് മനോഹരമായി പണി കഴിപ്പിച്ചു. വെള്ളിയാഴ്ച രാവിലെ 9-ന് ലളിതമായ ചടങ്ങിൽ നവയുഗ കമ്മിറ്റി കുടുംബത്തിന് താക്കോൽ കൈമാറും. വെള്ളർക്കാട് വെള്ളത്തേരി നൂറുൽ ഹുദ മദ്രസയിൽ ശൈഖുന അബ്ദു മുസ്ലിയാർ അനുസ്മരണവും സ്മാർട്ട് ക്ലാസ് ഉദ്ഘാടനവും നടന്നു. വെള്ളത്തേരി മഹല്ല ഖത്തീബ് ഉസ്താദ് ലത്തീഫ് ബാക്കവി ഉദ്ഘാടനം ചെയ്തു. മഹല്ല പ്രസിഡന്റ് KA ജമാൽ ഹാജി അധ്യക്ഷനായി. സ്മാർട്ട് ക്ലാസ് റൂമിന്റെ ഉദ്ഘാടനം ആലിക്കുട്ടി ഹാജി നിർവഹിച്ചു. TT അബ്ദുള്ളക്കുട്ടി ഉസ്താദ് ക്ലാസ് മുറിയുടെ സമർപ്പണം നടത്തി. സയ്യിദ് തക്യുദ്ദീൻ തങ്ങൾ പ്രാർത്ഥന നടത്തി. സദർ മുവല്ലിം മുഹമ്മദ് മുസ്തഫ ധാരിമി ആമുഖ പ്രഭാഷണം നിർവഹിച്ചു. AA കടങ്ങോട് അനുസ്മരണ പ്രഭാഷണം നിർവഹിച്ചു. വെള്ളത്തേരി മഹല്ല സെക്രട്ടറി ഫരീദ് ഹാജി, പന്നിത്തടം മഹല്ല പ്രസിഡന്റ് സിംല ഹസൻ, MM കുഞ്ഞുമുഹമ്മദ് ഹാജി, SP ഉമ്മർ മുസ്ലിയാർ, KA ആലിക്കുട്ടി ഹാജി, മുസ്തഫ സക്കാഫി, ഹാഫിസ് ഇബ്രാഹിം ഫൈസി, AM താഹിർ, KV ജംഷീദ്, മുഹമ്മദ് അലി സാദി, AA ഹസൻ, അക്ബർ അലി എന്നിവർ സംസാരിച്ചു. കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സെപ്റ്റംബർ 11 വ്യാഴാഴ്ച തൃശൂർ ശക്തൻ തമ്പുരാൻ ഗ്രൗണ്ടിൽ നടക്കുന്ന മീലാദ് സമ്മേളനത്തിന്റെ ജില്ലാ അധ്യക്ഷൻ സയ്യിദ് ഫസൽ തങ്ങൾ നയിക്കുന്ന ജില്ലാ മീലാദ് കോൺഫറൻസ് വാഹന പ്രചരണ ജാഥയ്ക്ക് വടക്കേക്കാട് സെന്ററിൽ സ്വീകരണം നൽകി. കേരള മുസ്ലിം ജമാഅത്ത് സോൺ പ്രസിഡന്റ് VC ഉമ്മർ ഹാജി അധ്യക്ഷത വഹിച്ചു. തക്യുദ്ദീൻ തങ്ങൾ ആന്ത്രോത്ത്, ജില്ലാ നേതാക്കളായ ബാവ ധാരിമി എറണാകുളം, CV മുസ്തഫ സക്കാഫി, അബ്ദുൽ ഗഫൂർ സാഹിബ് മൂന്നുപീടിക, എഞ്ചിനീയർ ജമാലുദ്ദീൻ ഹാജി തുടങ്ങിയവർ സ്വീകരണ യോഗത്തിൽ സംബന്ധിച്ചു. പൊന്നോണക്കാലം ആഘോഷമാക്കി നാട്. വാർത്തകൾ കാണാം ഇടവേളകൾ. വാർത്തകൾ തുടരുന്നു. അരിയന്നൂർ പ്ലാക്കാട് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ മറ്റം ജയകൃഷ്ണൻ പണിക്കർ മുഖ്യ ആചാര്യനായി നടത്തിയ ദേവപ്രശ്ന പരിഹാര കർമ്മങ്ങളുടെ ആദ്യഘട്ട ചടങ്ങുകൾക്ക് ഉത്രാട ദിനത്തിൽ തുടക്കമായി. വ്യാഴാഴ്ച രാവിലെ 8 മണിക്ക് കാർലി വടക്കുംപാട്ട് മനയിലെ വേദജ്ഞരുടെ നേതൃത്വത്തിൽ ഗണപതി ഹോമം,
അയ്യപ്പനും ഭഗവതിക്കും പ്രത്യേകം പൂജകൾ, വിഷ്ണു ഭഗവാന് അനന്ത പൂജ എന്നിവയ്ക്ക് ശേഷം കൂട്ടപ്രാർത്ഥനയുമുണ്ടായി. പ്രശ്നചിന്തയിൽ വിധിച്ച പ്രകാരം പരിഹാര കർമ്മങ്ങൾ നടത്തി 1 വർഷത്തിനകം അഷ്ടബന്ധ ദ്രവ്യകലശ ചടങ്ങുകൾ നടത്തിക്കൊള്ളാമെന്ന് പുതിയ നിലവിളക്കിൽ നെയ്യ് നിറച്ച് ഭദ്രദീപം തെളിയിച്ച് ഭക്തർ തിരുനടയിൽ പ്രതിജ്ഞയെടുത്തു. ഊരാളൻ ക്ഷേത്രം ഭാരവാഹികൾ, ദേശക്കാർ, ഭക്തജനങ്ങൾ എന്നിവർ കാണിക്കയായി എണ്ണാപ്പണം കിഴികെട്ടി നാമജപത്തോടെ ക്ഷേത്രം വലം വെച്ച് മഹാവിഷ്ണുവിന്റെ തിരുനടയിൽ സമർപ്പിച്ചു. ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികളായ ഹരീഷ് കണ്ടംപുള്ളി, രജനീഷ് ഉപ്പത്തിൽ, KR റനീഷ് എന്നിവർ നേതൃത്വം നൽകി. ഭക്തജനങ്ങൾ കാണിക്കയായി ഭഗവാന് സമർപ്പിച്ച കാഴ്ചക്കുലകളുടെ ലേലവും ഉണ്ടായിരുന്നു. ചെറുവത്താനി നരസിംഹമൂർത്തി ക്ഷേത്ര സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷിക്കും. ക്ഷേത്രം സ്മൃതി മണ്ഡപത്തിൽ ഞായറാഴ്ച രാവിലെ 8:30 നടക്കുന്ന ചടങ്ങിൽ പ്രസിഡന്റ് KN ഷാജി ദീപം തെളിയിക്കും. ഗുരുദേവന്റെ ഛായാചിത്രത്തിൽ ഹാരാർപ്പണം, പുഷ്പാർച്ചന, ഗുരുദേവ കീർത്തനങ്ങളുടെ ആലാപനം, ലഘുപ്രഭാഷണങ്ങൾ എന്നിവ ഉണ്ടാകും. ചാവക്കാട് കോഴിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ ഉത്രാട പുലരിയിൽ ദേവിക്ക് കാഴ്ചക്കുല സമർപ്പിച്ചു. അരിമാവ് കൊണ്ട് അണിഞ്ഞ് നാക്കില ഇട്ട് മേൽശാന്തി ശ്രീലകത്ത് നിന്ന് തെളിയിച്ച് കൊണ്ടുവന്ന കൊടിവിളക്കിൽ നിന്ന് മണ്ഡപത്തിലെ വിളക്ക് തെളിയിച്ച ശേഷമാണ് കാഴ്ചക്കുല സമർപ്പണം നടത്തിയത്. മേൽശാന്തി ശ്രീപതി എംബ്രാന്തിരി ആദ്യ കാഴ്ചക്കുല സമർപ്പിച്ചു. ക്ഷേത്ര ഭരണസമിതി അംഗം KM ഷാജി, മാതൃസമിതി അംഗം ദമയന്തി ടീച്ചർ, ഡോക്ടർ സൂര്യ രാമചന്ദ്രൻ, TC ഗിരീഷ്, സുരേഷ് പുതുമന, CV ജയൻ, നാരായണൻകുട്ടി, സേതുമാധവൻ, ശ്രീശൈലം എന്നിവർ കാഴ്ചക്കുലകൾ സമർപ്പിച്ചു. ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികളും അംഗങ്ങളും നേതൃത്വം നൽകി. ചാലുശ്ശേരി മുലയംപറമ്പത്തുകാവ് ക്ഷേത്രനടയിൽ നടപ്പുര മേളം വെള്ളിയാഴ്ച നടക്കും. ഫ്രണ്ട്സ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടക്കുന്ന 3ാമത് ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് വിവിധ പരിപാടികൾ നടത്തുക. വെള്ളിയാഴ്ച രാവിലെ 7 മണിക്ക് ദീപം തെളിയിച്ച ശേഷം തിരുവാതിരക്കളി, തുടർന്ന് വെള്ളിത്തിരുത്തി പ്രഭാകരൻ നായരുടെ നേതൃത്വത്തിൽ 51 പേരുടെ പഞ്ചാരിമേളം നടക്കും. കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ആലിക്കര മൂലക്കാട് ക്ഷേത്രത്തിലേക്കും കുന്നത്തേരി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്കും ഫ്രണ്ട്സ് കൂട്ടായ്മ ആഘോഷങ്ങൾ നടത്തുന്നുണ്ട്. 8 മണിക്ക് അത്തക്കളിടും. അത് കഴിഞ്ഞിട്ട് നാളെ രാവിലെ 7 മണിക്ക് 3 ഊരാളന്മാരെ വിളിച്ചിട്ട് ഞങ്ങൾ ദീപം തെളിയിപ്പിക്കും. എന്നിട്ട് തിരുവാതിരക്കളി 7 മണി തൊട്ട് 8 മണി വരെ തിരുവാതിരക്കളി. അത് കഴിഞ്ഞാൽ പിന്നെ ചെണ്ടമേളം തുടങ്ങും. 8 മണി തൊട്ട് 10 മണി വരെ ചെണ്ടമേളം. വെള്ളിത്തിരുത്തി പ്രഭാകരനായർ, ആലിക്കര മണിയാണ്ട് ഒക്കെ ആയിട്ടാണ്. പൊന്നോണക്കാലം ആഘോഷമാക്കി നാട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും മറ്റു കൂട്ടായ്മകളുടെ ആഭിമുഖ്യത്തിലും വിവിധ പൊതുസ്ഥാപനങ്ങളിലും വർണ്ണാഭമായ ഓണാഘോഷ പരിപാടികൾ നടന്നു. ഓണം വിപണികളും ഏറെ സജീവമാണ്. വിശദാംശങ്ങളിലേക്ക്. കനിവ് അമ്മമാർക്കൊപ്പം ആടിയും പാടിയും അൻസാർ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് ഓണത്തിനോടനുബന്ധിച്ച് നടത്തിയ ത്രിദിന ക്യാമ്പ് സമാപിച്ചു. ചിറുമനേങ്ങാട് കനിവ് എന്റെ വീട്ടിലാണ് ഓണം ആഘോഷിച്ചത്. SPC അൻസാർ വിദ്യാർത്ഥികൾ കനിവിലെ അമ്മമാർക്കൊപ്പം ഓണത്തിന്റെ മധുരമായ ഓർമ്മകൾ പങ്കുവച്ച് ഓർമ്മയ്ക്കൊരോണം എന്ന തലക്കെട്ടിൽ ആഘോഷവും നടത്തി. ജൂനിയർ പ്രിൻസിപ്പൽ സാജിദ റസാഖ് ഓർമ്മയ്ക്കൊരോണം ഉദ്ഘാടനം ചെയ്തു. കനിവ് ചാരിറ്റബിൾ ട്രസ്റ്റ് മാനേജർ ബാപ്പുനവി മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. അൻസാർ കേഡറ്റ് പോലീസ് ഓഫീസർ ആനന്ദ് ഹിരൺ, അസിസ്റ്റന്റ് കേഡർ ഓഫീസർ ആതിര PK എന്നിവർ സംസാരിച്ചു. ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ ഓണച്ചന്ത തുടങ്ങി. മെയിൻ റോഡ് സെന്ററിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ ഓണച്ചന്തയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കുടുംബശ്രീ CDS ചെയർപേഴ്സൺ ലതാ സൽഗുണൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നിഷാജിത് കുമാർ, പഞ്ചായത്ത് അംഗങ്ങളായ റംല വീരാൻകുട്ടി, VS ശിവാസ്, സരിത വിജയൻ, ഷഹന മുജീബ്, പഞ്ചായത്ത് കോർഡിനേറ്റർ പ്രദീപ് ചെറുവാശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. ഹരിതകർമ്മസേന അംഗങ്ങൾക്കും ശുചിത്വ മിഷൻ പ്രവർത്തകർക്കും ചൂണ്ടൽ ലയൺസ് ക്ലബിന്റെ സ്നേഹാദരം. ഓണത്തോടനുബന്ധിച്ച് ക്ലബിന്റെ നേതൃത്വത്തിൽ ചൂണ്ടൽ ഗ്രാമീണ വായനശാലയിൽ നടന്ന ഓണക്കോടി വിതരണം മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്തു. സാധാരണ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് ലയൺസ് ക്ലബ് നാളുകളായി നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ അഭിനന്ദനാർഹമാണെന്ന് MLA വ്യക്തമാക്കി. പഞ്ചായത്തിലെ മുഴുവൻ ഹരിതകർമ്മസേനാംഗങ്ങൾക്കും ശുചിത്വ മിഷൻ പ്രവർത്തകർക്കും ഓണപ്പുടവ സമ്മാനിക്കുന്നതിനോടൊപ്പം പ്രദേശത്തെ നിർധന കുടുംബാംഗങ്ങളായ 75 പേർക്കും ഓണക്കോടിയും വിതരണം ചെയ്തു. ചൂണ്ടൽ ലയൺസ് ക്ലബ് പ്രസിഡന്റ് ഷാജിലി ചെറുവത്തൂർ അധ്യക്ഷനായ ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ മുഖ്യാതിഥിയായി. ക്ലബ് സെക്രട്ടറി വിനോദ് കുട്ടൻ, മുൻ പ്രസിഡന്റുമാരായ മധു ചൂണ്ടൽ, VS സജി, EK രാമകൃഷ്ണൻ, KC ജോസ്, അംഗങ്ങളായ TT സുധാകരൻ, CS സുരേഷ്, ട്രഷറർ TT രാജൻ എന്നിവർ സംസാരിച്ചു. കടങ്ങോട് 3-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓണക്കിറ്റ് വിതരണം നടത്തി. കോൺഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് ട്രഷറർ PV കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. വാർഡ് പ്രസിഡന്റ് KB മുഹമ്മദ് കുട്ടി അധ്യക്ഷനായി. മണ്ഡലം പ്രസിഡന്റ് ഷറഫ് പനന്തടം മുഖ്യാതിഥിയായി. KA സലാം, NU വീരാൻകുട്ടി, ഷനിൽകുമാർ, NA മുഹമ്മദ് അലി, സുരേഷ് എന്നിവർ സംസാരിച്ചു.
കടവല്ലൂർ SG മ്യൂസിക്കിന്റെ ഏറ്റവും പുതിയ ഓണപ്പാട്ട് റിലീസ് ചെയ്തു. ആദ്യമായി ഓണമുണ്ണമുത്തിയെന്ന് തുടങ്ങുന്ന ആൽബം പ്രശസ്ത സിനിമാ ഗാനരചയിതാവ് BK ഹരിനാരായണൻ സാമൂഹ്യ മാധ്യമത്തിലൂടെ റിലീസ് ചെയ്തു. ഹരിനാരായണന്റെ വസതിയിൽ നടന്ന ചടങ്ങിൽ ആൽബത്തിന്റെ ഗാനരചയിതാവ് ജയൻ പാതാക്കര, സംഗീത സംവിധായകൻ സുരേഷ് പ്രിയദർശിനി, ഗായിക ബിന്ദു വിജയൻ, ഇടയ്ക്ക് കലാകാരൻ ശ്യാം തുടങ്ങിയവർ പങ്കെടുത്തു. സുരേഷും ബിന്ദുവും ചേർന്നാണ് ഗാനം ആലപിച്ചിട്ടുള്ളത്. സാന്ത്വനം സൗഹൃദ കൂട്ടായ്മ ചെറുവത്താനിയുടെ നേതൃത്വത്തിൽ തിരുവോണ മധുരം പരിപാടി നടത്തി. കമ്പനിപ്പടി ഭാഗ്യലക്ഷ്മി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ BJP തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ 70 വയസ്സിന് മുകളിലുള്ള അമ്മമാരെയും മുതിർന്ന പൗരന്മാരെയും ഓണക്കോടി നൽകി ആദരിച്ചു. സാന്ത്വനം സൗഹൃദ കൂട്ടായ്മ പ്രസിഡന്റ് MV ഉല്ലാസ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി EV ഷാജൻ, BJP മണ്ഡലം പ്രസിഡന്റ് PJ ജെബിൻ, ജനറൽ സെക്രട്ടറി മഹേഷ് തിരുത്തിക്കാട്, കൗൺസിലർ ഗീതാ ശശി, സുമേഷ് കളരിക്കൽ, വിഗീഷ് KV, ഷജീഷ് കിലപ്പൻ, ബിജു താമരശ്ശേരി തുടങ്ങിയവർ പങ്കെടുത്തു. പോർക്കുളം സേവാഭാരതിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ മുതിർന്ന പൗരന്മാരെയും ചികിത്സയിൽ കഴിയുന്നവരെയും സന്ദർശിച്ച് ഓണക്കോടികൾ സമ്മാനിച്ചു. ഓണക്കോടി വിതരണത്തിന്റെ പഞ്ചായത്തുതല ഉദ്ഘാടനം റിട്ടയേർഡ് അധ്യാപകനും പോർക്കുളം സേവാഭാരതി രക്ഷാധികാരിയുമായ MG അശോക് കുമാർ നോങ്ങല്ലൂരിൽ നിർവഹിച്ചു. പോർക്കുളം സേവാഭാരതി പ്രസിഡന്റ് മനോജ് കുമാർ കരുമത്തിൽ അധ്യക്ഷനായി. അനിഴം മുതൽ തൃക്കേട്ട വരെ 4 ദിവസങ്ങളിലായി പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 46 പേർക്ക് ഓണക്കോടി സമ്മാനിച്ചു. പോർക്കുളം സേവാഭാരതി ട്രഷറർ KS പ്രദീപ്, കൺവീനർമാരായ MS സുധീർ, MA സുദേശ്, K ഷിബിൻ, ജോയിന്റ് സെക്രട്ടറി ഹരിനാരായണൻ, ശ്രീകാന്ത് പണിക്കർ, IT കോർഡിനേറ്റർ ദിവ്യകുമാരൻ, രക്ഷാധികാരി KU രവി തുടങ്ങിയവർ നേതൃത്വം നൽകി. തൂവന്നൂർ ശ്രീ പാലത്തും ഭഗവതി ക്ഷേത്രത്തിൽ വർഷം തോറും നടത്തിവരുന്ന ഓണക്കോടി ഓണക്കിറ്റ് വിതരണം നടത്തി. ക്ഷേത്രം ജീവനക്കാർ, പാരായണം നടത്തുന്ന ആചാര്യന്മാർ, അമ്മമാർ എന്നിവർക്കാണ് ഓണക്കോടി വിതരണം ചെയ്തത്. കൂടാതെ നിർധനരായ അമ്മമാർക്ക് ഓണക്കിറ്റും നൽകി. ക്ഷേത്രം മേൽശാന്തി കാലകണ്ഠൻ വിബീഷ് ഭദ്രദീപം കൊളുത്തി. ക്ഷേത്രം പ്രസിഡന്റ് സുധീർ ചൂണ്ടൽ അധ്യക്ഷനായി. ജീവകാരുണ്യ പ്രവർത്തകനായ സാജൻ കേച്ചേരി ഓണക്കിറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്തു. സിനിമ സീരിയൽ നടൻ ചന്ദ്രോദയം ചന്ദ്രശേഖരൻ പുതുശ്ശേരിയെ ക്ഷേത്രം രക്ഷാധികാരി ബാബുരാജ് കേച്ചേരി പൊന്നാട ചാർത്തി ആദരിച്ചു. ക്ഷേത്രം സെക്രട്ടറി CG നിഖിൽ, ആചാര്യ ഓമനയമ്മ പുതുശ്ശേരി, ഭാനുമതിയമ്മ ചൂണ്ടൽ, ആചാര്യ കമലാക്ഷി തൂവാനൂർ, ആചാര്യ ഉഷ വേണുഗോപാൽ, ക്ഷേത്രം ഓഫീസ് ജീവനക്കാരൻ കൊച്ചുണ്ണി നായർ, തങ്ക തുടങ്ങിയവർ ചടങ്ങിന് നേതൃത്വം നൽകി. പതിവ് തെറ്റാതെ ഇക്കുറിയും വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഓണപ്പുടവ സമ്മാനിച്ച് കണ്ടാണിശ്ശേരി പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് PV നിവാസ്. നിലവിൽ പഞ്ചായത്തിലെ 11ാം വാർഡ് മറ്റം വെസ്റ്റിനെ പ്രതിനിധീകരിക്കുന്ന അഡ്വക്കേറ്റ് നിവാസ് തുടർച്ചയായി 15ാം വർഷമാണ് താൻ പ്രതിനിധാനം ചെയ്യുന്ന വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഓണക്കോടി സമ്മാനിക്കുന്നത്. കഴിഞ്ഞ 15 വർഷമായി കണ്ടാണിശ്ശേരി പഞ്ചായത്തിലെ ജനപ്രതിനിധിയാണ് നിവാസ്. 2010-ൽ 10ാം വാർഡ് മറ്റം, 2015-ൽ 9ാം വാർഡ് ആളൂർ എന്നിവയെയാണ് പഞ്ചായത്ത് ഭരണസമിതിയിൽ പ്രതിനിധീകരിച്ചിരുന്നത്. ജനപ്രതിനിധിയായ കാലം മുതൽ തുടങ്ങിയ പതിവാണ് ഇക്കുറിയും നടന്നത്. പൈനിത്തടം കുന്നത്ത് നടന്ന ചടങ്ങിൽ വാർഡിലെ 6 പുരുഷ തൊഴിലാളികളും 19 സ്ത്രീ തൊഴിലാളികളും ഉൾപ്പെടെ 25 പേർക്കാണ് ഓണക്കോടി വിതരണം ചെയ്തത്. പുന്നയൂർക്കുളം മാഞ്ചിറക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ ഉത്രാടദിന കാഴ്ചക്കുല സമർപ്പണം നടത്തി. ചടങ്ങിൽ ക്ഷേത്രം പ്രസിഡന്റ് രാജൻ മാസ്റ്റർ, സെക്രട്ടറി സുരേഷ് ബാബു, ട്രഷറർ പുഷ്പാകരൻ പാറക്കാട്ട്, വൈസ് പ്രസിഡന്റ് സുനിൽകുമാർ പാറക്കാട്ട്, മറ്റു കമ്മിറ്റി അംഗങ്ങൾ, മാതൃസമിതി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. ഗുരുവായൂർ ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിൽ ഉത്രാട കാഴ്ചക്കുല സമർപ്പണം നടത്തി. മേൽശാന്തി ശിവപ്രസാദ് നമ്പൂതിരി ആദ്യ കാഴ്ചക്കുല സമർപ്പിച്ചു. ശേഷം ക്ഷേത്ര ഭരണസമിതി സെക്രട്ടറി കണ്ണൻ അയ്യപ്പത്ത്, പ്രസിഡന്റ് ബാലചന്ദ്രൻ നായർ ചീരെടുത്ത് നിരവധി ഭക്തരും കാഴ്ചക്കുലകൾ സമർപ്പിക്കാനെത്തിയിരുന്നു. കപ്ലിയങ്ങാട് ഭഗവതി ക്ഷേത്രത്തിൽ ഉത്രാടം നാളിൽ അച്ഛനമ്മമാർക്ക് ഓണപ്പുടവ നൽകി ആദരിച്ചു. നിരവധി ക്ഷേത്രവേദികളിൽ ആധ്യാത്മിക പ്രഭാഷണം നടത്തി ഭക്തമനസ്സുകളിൽ ഇടം പിടിച്ച ശോഭ പെരുമണ്ണൂർ മലപ്പുറത്തിന്റെ പ്രഭാഷണവും നടന്നു. ക്ഷേത്രം ട്രസ്റ്റി മണക്കുളത്തിൽ ദിവാകരരാജ ദേവിക്ക് ഓണപ്പുടവ സമർപ്പിച്ചു. തുടർന്ന് ക്ഷേത്രത്തിലെത്തിയ 200ഓളം അച്ഛനമ്മമാർക്ക് ഓണപ്പുടവ നൽകി. ക്ഷേത്രം പ്രസിഡന്റ് പ്രമോദ് കിളിയമ്പറമ്പിൽ, സെക്രട്ടറി ധനീഷ് താമരശ്ശേരി, ട്രഷറർ വസന്തൻ മക്കനാങ്കളങ്ങര, വൈസ് പ്രസിഡന്റ് അശോകൻ വെട്ടിശ്ശേരി, ജോയിന്റ് സെക്രട്ടറി വിജയൻ, കോർഡിനേറ്റർ പ്രജീഷ് മടപ്പാട്ടിൽ, മാതൃസമിതി പ്രസിഡന്റ് നിർമ്മല മണികണ്ഠൻ, മറ്റു ക്ഷേത്ര ഭാരവാഹികളും മാതൃസമിതി അംഗങ്ങളും ചടങ്ങിന് നേതൃത്വം നൽകി. കുന്നംകുളം ഗ്ലോബൽ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഓണാഘോഷം ഗ്ലോബൽ ഓണം 2025 ആഘോഷിച്ചു. KR ഗ്രാൻഡ് റെസിഡൻസിയിൽ നടന്ന പരിപാടിയിൽ തൃശൂർ സിറ്റി വനിതാ സ്റ്റേഷൻ ഹൌസ് ഓഫീസർ അപർണ ലവകുമാർ മുഖ്യാതിഥിയായി. ആംബുലൻസിന് വഴിയൊരുക്കാൻ റോഡിലൂടെ ഓടി ഗതാഗതം നിയന്ത്രിച്ച് അടുത്തിടെ മാധ്യമങ്ങളുടെയും പൊതുസമൂഹത്തിന്റെയും പ്രശംസ നേടിയ വ്യക്തിയാണ് അപർണ ലവകുമാർ. രാവിലെ 8:30 പൂക്കളം മത്സരത്തോടെ ആരംഭിച്ച ഓണാഘോഷ പരിപാടികൾ വൈകിട്ട് 4:30 വരെ നീണ്ടു. ഗ്ലോബൽ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഡയറക്ടർ പ്രദീപ് K, PROയും റിട്ടയർഡ് സ്പെഷ്യൽ ബ്രാഞ്ച് SIയുമായ അശോക് കുമാർ എന്നിവരും
സ്ഥാപനത്തിലെ ജീവനക്കാരും പരിപാടികളിൽ പങ്കെടുത്തു. 200ഓളം വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും ഡിജെയും ഓണാഘോഷത്തിന് മാറ്റുകൂട്ടി. ഗുരുവായൂർ സായി സഞ്ജീവനി മന്ദിരത്തിൽ ഓണം ആഘോഷിച്ചു. ബ്രഹ്മർഷി മോഹൻജി ഉദ്ഘാടനം ചെയ്തു. ലോകം മുഴുവൻ നന്മയിലേക്ക് നയിക്കപ്പെടാൻ ഓണം പോലുള്ള ആഘോഷങ്ങൾ വഴിവെക്കുമെന്ന് മോഹൻജി പറഞ്ഞു. മൗനയോഗി സ്വാമി ഹരിനാരായണൻ ഓണാഘോഷ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മാധ്യമപ്രവർത്തകൻ KC ശിവദാസ്, പ്രശാന്ത് വർമ്മ, കൗൺസിലർ രേണുക ശങ്കർ, സംവിധായകൻ വിജീഷ് മണി എന്നിവർ സംസാരിച്ചു. കാരുണ്യ പ്രവർത്തകനായ രക്ഷണം സൊസൈറ്റി പ്രതിനിധി സുനിൽ കുമാർ ഓണക്കിറ്റുകൾ നൽകി. ചാവക്കാട് ദേശം കോഴിക്കുളങ്ങരയുടെ ആഭിമുഖ്യത്തിൽ അർഹരായ കുടുംബങ്ങൾക്ക് ഓണക്കിറ്റ് വിതരണം നടന്നു. കൂട്ടായ്മ പ്രസിഡന്റ് ബാബു ചെഞ്ചേരി, സെക്രട്ടറി ദിനേശ് കല്ലായി, VK മനോജ്, ഷൗക്കത്ത് അലി, CB ബിനേഷ്, രാജീവ് ചെഞ്ചേരി, CB ബിജേഷ്, CR സഞ്ജയ്, മാധവ്ദാസ്, ശ്രീനാഥ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ഓണക്കിറ്റ് വിതരണം നടന്നത്. പ്രവർത്തനങ്ങൾക്കുള്ള ധനസമാഹരണാർത്ഥം സംഭാവന സമ്മാന കൂപ്പൺ വിൽപ്പനയും നടത്തുന്നുണ്ട്. കോട്ടഞ്ചേരി ഗവൺമെന്റ് LP സ്കൂളിൽ കാർഷിക ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ അമ്മപ്പൂന്തോട്ടം ചെണ്ടുമല്ലിപ്പൂ കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം വടക്കഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡോക്ടർ VC ബിനോജ് മാസ്റ്റർ നിർവഹിച്ചു. PTA പ്രസിഡന്റ് OV ഷനോജ് അധ്യക്ഷനായി. വാർഡ് മെമ്പർ സ്വപ്ന പ്രദീപ് ചടങ്ങിൽ മുഖ്യാതിഥിയായി. പ്രധാനാധ്യാപിക ശ്രീജ ഭായ്, SMC ചെയർമാൻ TG കണ്ണൻ, MPTA പ്രസിഡന്റ് MM ശരണ്യ, സ്കൂൾ ലീഡർ അനന്തകൃഷ്ണ എന്നിവർ സംസാരിച്ചു. KK ജ്യോതി, അനിത രാജേഷ്, MM അഞ്ജു, AV സ്വാതി എന്നിവരുടെ നേതൃത്വത്തിലാണ് പൂന്തോട്ട നിർമ്മാണം നടത്തിയത്. നെല്ലുവായി ഗ്രാമീണ വായനശാലയും തിയേറ്റർ ഹബ്ബും സംയുക്തമായി ഓണാഘോഷം സംഘടിപ്പിച്ചു. വായനശാല ഹാളിൽ നടന്ന ചടങ്ങ് ഡോക്ടർ CM ശ്രീകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. തിയേറ്റർ ഹബ് സെക്രട്ടറി അരവിന്ദൻ നെല്ലുവായി അധ്യക്ഷത വഹിച്ചു. ബാലവേദി കൺവീനർ കണ്ണൻ മാസ്റ്റർ, വനിതാവേദി പ്രസിഡന്റ് പ്രീത മാവേലിമന, വായനശാല പ്രസിഡന്റ് TK ശിവൻ, സെക്രട്ടറി അജു നെല്ലുവായി, ലൈബ്രറിയൻ സ്മിത രമേശ്, ബാലവേദി സെക്രട്ടറി ധ്രുവദേവ്, മെന്റർ ഐശ്വര്യ രമേശ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് പൂക്കള മത്സരം നടന്നു. പോർക്കുളം നോങ്ങല്ലൂർ അയ്യപ്പ സേവാ സമിതി 22ാം വർഷവും ഉത്രാടം നാളിൽ അരി വിതരണം നടത്തി. 1000 കിലോ അരിയാണ് ഈ വർഷം വിതരണം ചെയ്തത്. അയ്യപ്പ സേവാ സമിതി ഭാരവാഹികളായ രാജൻ കൊയമ്പറ്റിയിൽ, വിഗീഷ് അപ്പൂസ്, ഷനിൽ മത്രാങ്കോട്, ശ്രീമേഷ് ആദിദേവ്, സുനിൽ, ശ്രീജിത്ത്, പ്രജിത്ത്, മണികണ്ഠൻ, വ്യാസൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. മറ്റം കണ്ടാണശ്ശേരി കുറീസിന്റെ രജത ജൂബിലിയോടനുബന്ധിച്ച് 25ന പരിപാടികളുടെ ഭാഗമായി ഓണക്കിറ്റ് വിതരണവും തിരുവാതിരക്കളിയും മറ്റു കലാപരിപാടികളും അരങ്ങേറി. കണ്ടാണശ്ശേരി കുറീസ് ചെയർമാൻ PV തോമസ് ചടങ്ങിന് അധ്യക്ഷനായി. മാനേജിംഗ് ഡയറക്ടർ PV ചന്ദ്രൻ, കണ്ടാണശ്ശേരി നിധി ഡയറക്ടർ CA ഫ്രാൻസിസ് മാസ്റ്റർ, കണ്ടാണശ്ശേരി ചിറ്റ്സ് ചെയർമാൻ സാബു ജോസ്, പ്രോഗ്രാം കൺവീനർ സിനി ടിറ്റോ എന്നിവർ സംസാരിച്ചു. മേഖലയിലെ 100 കുടുംബങ്ങൾക്കാണ് അരിയും പലവ്യഞ്ജനങ്ങളും അടങ്ങുന്ന ഓണക്കിറ്റ് വിതരണം ചെയ്തത്. ചേലൂർ കലാക്ഷേത്രയിലെ അംഗങ്ങൾ അവതരിപ്പിച്ച തിരുവാതിരക്കളിയും കലാമണ്ഡലം ഭവ്യ വിബിൻദാസ് അവതരിപ്പിച്ച മോഹിനിയാട്ടവും പഞ്ചമി കരുവാൻപടിയുടെ വീരനാട്യവും ഹരിബാല, മീനാക്ഷി എന്നിവരവതരിപ്പിച്ച സിനിമാറ്റിക് ഡാൻസും അരങ്ങേറി. കൂനമുച്ചി ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ ഓണോത്സവ് എന്ന പേരിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ഉത്രാട ദിനത്തിൽ സംഘടിപ്പിച്ച ഓണാഘോഷം വായനശാലയ്ക്ക് സമീപമുള്ള TV ചാക്കുണ്ണി നഗറിൽ നടന്നു. കണ്ടാണശ്ശേരി പഞ്ചായത്ത് അംഗം AA കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് ജോമി ജോൺസൺ അധ്യക്ഷനായി. വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്ക് ഗിസ്ലി ബ്യൂട്ടി പാർലർ സ്പോൺസർ ചെയ്ത സമ്മാനങ്ങൾ പബ്ലിക് നോട്ടറി അഡ്വക്കേറ്റ് സോജൻ ജോബ് വിതരണം ചെയ്തു. വായനശാല ഭാരവാഹികളായ അനൂപ് പനക്കൽ, ബിജോയ് ചീരൻ, CJ ജോസ്, ലിസി കൊളന്നൂർ, ഫാൻസി വിൽസൺ, ലിംസി പോൾസൺ, ലൈബ്രറിയൻ മോളി ഇട്ടിയച്ചൻ എന്നിവർ നേതൃത്വം നൽകി. കാട്ടകമ്പാൽ പഞ്ചായത്തിലെ പെരുന്തുരുത്തി വാർഡിലെ മുഴുവൻ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും പഞ്ചായത്ത് അംഗം KA സിന്ധു ഓണക്കോടി വിതരണം ചെയ്തു. ചൊവ്വനൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ NK ഹരിദാസൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം KA സിന്ധു അധ്യക്ഷത വഹിച്ചു. കുട്ടഞ്ചേരി അങ്കനവാടിയിൽ ഓണാഘോഷം നടത്തി. വാർഡ് മെമ്പർ സ്വപ്ന പ്രദീപ്, ബ്ലോക്ക് മെമ്പർ ബിനോജ് മാസ്റ്റർ, ALMSC വയോജന ക്ലബ് അംഗങ്ങൾ, കുട്ടികൾ, രക്ഷിതാക്കൾ, അങ്കണവാടി അധ്യാപിക എന്നിവർ പങ്കെടുത്തു. കുട്ടികളുടെയും അമ്മമാരുടെയും വിവിധ കലാപരിപാടികൾ, ഓണസദ്യ എന്നിവയും ഉണ്ടായിരുന്നു. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാനപാതയുടെ നവീകരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന EKK ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിൽ ഓണാഘോഷം നടത്തി. ചൂണ്ടൽ പാലത്തിന് സമീപത്തുള്ള ക്യാമ്പ് ഓഫീസിൽ വെച്ചായിരുന്നു നിർമ്മാണ കമ്പനിയിലെ ജീവനക്കാരും കുടുംബാംഗങ്ങളും പങ്കെടുത്ത ഓണാഘോഷം സംഘടിപ്പിച്ചത്. KSTP കുറ്റിപ്പുറം പ്രൊജക്ട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റിജു, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ രബീഷ്, അസിസ്റ്റന്റ് എഞ്ചിനീയർ മനോജ്, EKK പ്രൊജക്ട് മാനേജർ ശ്രീരാജ്, സീനിയർ മാനേജർ KA അജീഷ് എന്നിവർ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. ഓണം സൗഹൃദ മത്സരങ്ങളും ഓണസദ്യയും ആഘോഷത്തിന്റെ ഭാഗമായി ഒരുക്കിയിരുന്നു.
ചമ്മന്നൂർ മാഞ്ചിറക്കൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ ഉത്രാടദിന കാഴ്ചക്കുല സമർപ്പണം നടത്തി. ചടങ്ങിൽ ക്ഷേത്രം പ്രസിഡന്റ് രാജൻ മാസ്റ്റർ, സെക്രട്ടറി സുരേഷ് ബാബു, ട്രഷറർ പുഷ്പാകരൻ പാറക്കാട്ട്, വൈസ് പ്രസിഡന്റ് സുനിൽകുമാർ പാറക്കാട്, മറ്റു കമ്മിറ്റി അംഗങ്ങളും മാതൃസമിതി അംഗങ്ങളും പങ്കെടുത്തു. സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പിന്റെ അംഗൻവാടികളിലെ പരിഷ്കരിച്ച മെനു വേലൂർ പഞ്ചായത്ത് തല പരിശീലനവും ഉദ്ഘാടനവും വായനശാല അംഗൻവാടിയിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ടി.ആർ. ഷോബി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷേർലി ദിലീപ് കുമാർ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോയ്, മെമ്പർമാരായ വിമല നാരായണൻ, ശുഭ അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. അംഗൻവാടി വർക്കർ പി ശ്രീലജ പരിശീലനത്തിന് നേതൃത്വം നൽകി. 24 അംഗൻവാടികളിലെ വർക്കർമാരും ഹെൽപ്പർമാരും പരിശീലനത്തിൽ പങ്കെടുത്തു. തയ്യാറാക്കിയ വിഭവങ്ങൾ പ്രദർശനം ചെയ്യുകയും ചെയ്തു. രസകരമായ നവമാധ്യമ കാഴ്ചയുമായി തിരിച്ചെത്താം. ഇടവേള കഴിഞ്ഞു. രണ്ട് പതിറ്റാണ്ട് മുൻപുള്ള സുവർണ ചരിത്രം. കുന്നംകുളത്തിന് നൽകിയ സുവർണ പാരമ്പര്യം. ചരിത്രവും പാരമ്പര്യവും സ്വർണലിപിയിൽ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂം സമർപ്പിക്കുന്നു. സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും നിമിഷങ്ങൾ പരിശുദ്ധിയിൽ തീർത്ത പൊന്നിൽ നിന്നാകട്ടെ. മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വീണ്ടും വാർത്തയിലേക്ക്. വടുതല ഉള്ളിശ്ശേരി മഹല്ല് കമ്മിറ്റിയുടെ കീഴിൽ 4 ദിവസങ്ങളിലായി നടക്കുന്ന നബിദിന ആഘോഷങ്ങൾക്ക് തുടക്കമായി മഹല്ല് ഖത്തീബ് സുബൈർ അൻവരി യോഗം ഉദ്ഘാടനം ചെയ്തു. 4, 5, 6, 7 തീയതികളിലായിട്ടാണ് ആഘോഷം. താജുൽ ഫലാഹ് മദ്രസ ഹാളിൽ നടന്ന ചടങ്ങിൽ മഹല്ല് കമ്മിറ്റി ചെയർമാൻ കെ.എ. അസീസ് അധ്യക്ഷത വഹിച്ചു. മഹല്ല് മുദരീസ് മുഹസിൻ ബാക്കവി മുഖ്യപ്രഭാഷണം നടത്തി. തുടർന്ന് മദ്രസ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും ദർസ് വിദ്യാർത്ഥികളുടെ ബുർദ മജ്ലിസും ഉണ്ടായി. മഹല്ല് ജനറൽ സെക്രട്ടറി സ്വാഗതവും സ്വാഗത സംഘം കൺവീനർ മുഹമ്മദ് അലി വടുതല നന്ദിയും പറഞ്ഞു. തുടർ ദിവസങ്ങൾ വിവിധ വിഷയങ്ങളെ അധികരിച്ച് മതപ്രഭാഷണം, മദ്രസ ദർസ് വിദ്യാർത്ഥികളുടെ സർഗവിരുന്ന് എന്നിവ നടക്കും. വിപണി ചൂണ്ടൽ സെന്ററിൽ നിർവാണ ഫിസിയോതെറാപ്പി സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. ചൂണ്ടൽ ഗുരുവായൂർ റോഡിൽ പ്രവർത്തനം ആരംഭിച്ച നിർവാണ ഫിസിയോതെറാപ്പി സെന്ററിന്റെ ഉദ്ഘാടനം ഇടവന ശ്രീസ് ഫാമിലിയിലെ ശ്രീജ ബാലൻ, ശ്രീനന്ദ നിധിൻ, ശ്രീവേദ ജിതിൻ, ശ്രീബാല ജിതിൻ, ശ്രീപത്മ നിധിൻ എന്നിവർ നാടമുറിച്ച് നിർവഹിച്ചു. നിതിൻ ബാലൻ, അഭിചിത്ര നിധിൻ, ഇടവന ബാലൻ, ശ്രീജ ബാലൻ, ജിതിൻ ബാലൻ, അഞ്ജന ജിതിൻ, മുള്ളംകുഴി സുബ്രഹ്മണ്യൻ, ഷീല സുബ്രഹ്മണ്യൻ, എടക്കാട്ട് പ്രതീഷ്, സിന്ധു പ്രതീഷ്, വാഴൂർ ദാസ്, ദീപാദാസ്, ഇടവന അതുൽ കൃഷ്ണ എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു. ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ, മെമ്പർ ബാലകൃഷ്ണൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. മുട്ടുവേദനയ്ക്ക് അംബിക ശ്രീധരനും കൈവേദനയ്ക്ക് തടത്തിൽ ശോഭയും ആദ്യമായി ട്രീറ്റ്മെന്റ് എടുത്തു. അത്യാധുനിക ഉപകരണങ്ങളായ ലേസർ ട്രീറ്റ്മെന്റും റോബോട്ടിക് ഹാൻഡും നിർവാണ ഫിസിയോതെറാപ്പി സെന്ററിൽ ഒരുക്കിയിട്ടുണ്ട്. നിർവാണ ഫിസിയോതെറാപ്പി സെന്റർ ചൂണ്ടൽ. മുഹമ്മദ് നബിയുടെ 1500-ാം ജന്മദിനവുമായി ബന്ധപ്പെട്ട് തൊഴിയൂർ ഇഹിയ ഉൽ ഇസ്ലാം മദ്രസയിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണവും എക്സിബിഷനും സംഘടിപ്പിച്ചു. അബ്ദുറഹ്മാൻ മുസ്ലിയാർ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. മദ്രസ മാനേജർ റഫീഖ് മാസ്റ്ററുടെ അധ്യക്ഷതയിൽ മഹല്ല് പ്രസിഡന്റ് ആലിക്കുട്ടി സാഹിബ് ഉദ്ഘാടനം ചെയ്തു. ഹെൽത്ത് ഇൻസ്പെക്ടർ യൂനുസ് കുരഞ്ഞൂർ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. കുട്ടികളുടെ നിർമ്മിതികൾ, പഴയകാല വസ്തുക്കൾ, സ്റ്റാമ്പുകൾ, കറൻസികൾ എന്നിവ പ്രദർശിപ്പിച്ചു. മദ്രസ സദർ മുഹമ്മദ് ഫൈസി, നജീബ് മാസ്റ്റർ, ഉവൈസ് സക്കാഫി, സത്താർ ഹുദവി എന്നിവർ സംസാരിച്ചു.
നവമാധ്യമ കാഴ്ച. ഇപ്പോൾ എല്ലാം ഇൻസ്റ്റന്റ് ആണ്. എവിടെ എപ്പോൾ എന്ത് വേണമെങ്കിലും ഞൊടിയിടയിൽ സജ്ജീകരിക്കാം. ലൈഫ് മൂടാക്കാൻ മറ്റൊരാളുടെ ആവശ്യമില്ലെന്ന് ചുരുക്കം. പാപ്പാളിയിൽ നിന്ന് രതി നൽകിയ ദൃശ്യം. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 9,725 രൂപ. സ്വർണം പവന് 77,800 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 125 രൂപ. ചർമ്മം പാടൂർ സെന്ററിൽ താമസിക്കുന്ന പണിക്ക വീട്ടിൽ കുളങ്ങരകത്ത് മജീദ് ഹാജി നിര്യാതനായി. 90 വയസ്സായിരുന്നു. ഖബറടക്കം പാടൂർ ജമാഅത്ത് പള്ളി ഖബർസ്ഥാനിൽ നടന്നു. സൈനബ ഭാര്യയും ഷംഷാദ്, നാഹിർ, നിമ്രത്ത്, നാദിയ, സാബിൻ എന്നിവർ മക്കളുമാണ്. ചെറുവത്താനി കല്ലായിൽ പരേതനായ മാധവൻ ഭാര്യ ശ്രീമതി നിര്യാതയായി. 76 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 9 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. സുനിൽ കല്ലായിൽ, സന്ധ്യ എന്നിവർ മക്കളാണ്. പുന്നൂർ പഞ്ചായത്ത് 16-ാം വാർഡ് മുസ്ലിം ലീഗ് മുൻ കമ്മിറ്റി പ്രസിഡന്റും തൻവീറുൽ ഇസ്ലാം മദ്രസ മുൻ ജനറൽ സെക്രട്ടറിയും മകളാട് മഹല്ല കമ്മിറ്റി മെമ്പറുമായ ഓളങ്ങാട്ട് മുഹമ്മദ് അലി നിര്യാതനായി. 70 വയസ്സായിരുന്നു. ഖബറടക്കം നടത്തി. മൈമുനയാണ് ഭാര്യ. ഫൗസിയ, സബീന, ഫബീന, താജുദ്ദീൻ എന്നിവർ മക്കളാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. ഗതകാല സ്മൃതിയുടെ നിറവിൽ ഐതിഹ്യ പെരുമയോടെ പൊന്നോണത്തെ വരവേൽക്കാനുള്ള അവസാനഘട്ട ഒരുക്കത്തിൽ മലയാളികൾ. ഉത്രാടപ്പാച്ചിലിൽ അലിഞ്ഞ നാട്. വെള്ളിയാഴ്ച തിരുവോണം. യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് VS സുജിത്തിനെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ക്രൂരമർദ്ദനത്തിന് ഇരയാക്കിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. കസ്റ്റഡി മർദ്ദനം ഒതുക്കുവാൻ പോലീസ് പണം വാഗ്ദാനം ചെയ്തുവെന്ന് സുജിത്ത്. പോലീസ് സ്റ്റേഷനിലെ മർദ്ദനം ഉദ്യോഗസ്ഥർ സർവീസിൽ തുടരാൻ യോഗ്യരല്ലെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. പോലീസുകാർക്കെതിരെ ക്രിമിനൽ കേസ് ചുമത്താൻ തയ്യാറാകണമെന്നും KPCC പ്രസിഡന്റ്. ഗുരുവായൂർ കുണ്ടുകടവ് സംസ്ഥാന പാതയിൽ യാത്രാ ദുരിതം തുടരുന്നു. പരാതികൾക്ക് പരിഹാരമില്ലെന്ന് നാട്ടുകാർ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.